അപ്പോൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ മലയാളിയാണെങ്കിലും സൗത്ത് അമേരിക്കയിലെ പനാമ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ പനാമ സിറ്റിയിൽ ദൈവവേല ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അവിടെ OMൻ്റെ പ്രവർത്തനത്തിലും അവിടുത്തെ ലീഡറാണ് അദ്ദേഹം. ആ രാജ്യത്തിൻ്റെ ലീഡറാണ്. വളരെ അനുഗ്രഹീതനായൊരു ദൈവത്തിൻ്റെ ദാസൻ. എൻ്റെ ഒരു സഹോദരനെ പോലെ ദീർഘവർഷങ്ങൾ എന്നോടൊപ്പം പ്രവർത്തിച്ച ദൈവദാസൻ നാട്ടിലേക്ക് കടന്നു വന്നപ്പം നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നത്. സോ ഇന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ഉത്സാഹമുള്ള, വളരെ പാഷനേറ്റായി ദൈവവേല ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും മറ്റുമൊക്കെ അദ്ദേഹം തന്നെ പറയും. നമുക്ക് സന്തോഷത്തോടെ കരമടിച്ച് പാസ്റ്റർ ഷിബുവിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കാം. ഹല്ലേലൂയ. അദ്ദേഹം മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് അവിടെ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നന്നായിട്ട് ഇവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ ഒരുപാട് പ്രാന്തപ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. പ്രൈസ് ബി ടു ഗാഡ്. Good morning. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസൻ, ഞാൻ അച്ചായനെന്നാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത്. പാസ്റ്റർ ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല. സോ ഗുഡ് ടു ബി ഹിയർ വിത്ത് യു ദിസ് മോർണിംഗ്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. വരാനുള്ള ഒരു അവസരം ഉണ്ടായി. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത്. ഞാൻ ആലുവയിൽ OMനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഒത്തിരി നാൾ ആലുവയിലേക്ക് താമസിപ്പാൻ അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മെനി ഇയേഴ്സ്, ഓർ 10 years, അതിന് ശേഷം ഇപ്പോൾ കൊച്ചിയിൽ വരുന്നത്. കൊച്ചിയൊക്കെ ഒത്തിരി മാറിപ്പോയി. ഞാൻ പണ്ട് കണ്ട കൊച്ചിയല്ല, ഇന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ അച്ചായന് കുടുംബമൊക്കെ വളർന്നുവരെ മുതിർന്ന മക്കളെ കണ്ടു, കുടുംബത്തെയൊക്കെ കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. Thank you so much once again inviting me to come and be with you this morning and be part of this fellowship. I hope I think many of you can follow English, right? Isn't it? ഞാൻ മിക്സ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. കാരണം നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ മലയാളം സംസാരിക്കുന്നത്. ഞാൻ OM ചേർന്ന് 98-ലാണ്. അപ്പോൾ 98-ൽ ഞാൻ കേരളം വിട്ടിങ്ങനെ പല സ്ഥലങ്ങളിങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. പിന്നെ OMൻ്റെ ഷിപ്പിൽ ഒരു 2 വർഷം വർക്ക് ചെയ്തു. അതാണ് എൻ്റെ ഫാമിലി. ദിസ് ഈസ് മൈ ഫാമിലി. മൈ വൈഫ് ഒരു പനാമക്കാരിയാണ്, ലാറ്റിനോ. ഷീ സ്പീക്ക് സ്പാനിഷ് ആൻഡ് ഇംഗ്ലീഷ്. അതെൻ്റെ 3 മക്കളാണ്. അവിടെ അക്കടുത്ത ഡ്രസ്സിട്ട് അത്തിക്കുന്ന ലിയ, ഷീസ് ഗോയിൻ ബി 15, ആൻഡ് ദ സാറ, ഷീസ് ടേണിങ് 11 ദിസ് മന്ത്, ആൻഡ് ദ ടിമത്തി ഈസ് 13, 13 വയസ്സ്. ഞങ്ങൾ കുടുംബമായിട്ട് പനാമ സിറ്റിയിൽ ദൈവവേല ചെയ്യുകയാണ്. വളരെ പനാമയിലായിട്ട് ഇപ്പോൾ 12 വർഷമായി പനാമയിൽ താമസിക്കുന്നു. അവിടുത്തെ OMൻ്റെ പ്രവർത്തനങ്ങൾ OMനെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് ഞാൻ OMലായിരുന്നത് കൊണ്ട് എല്ലാവർക്കും OMനെ കുറിച്ച്, OM ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ 147 രാജ്യങ്ങളിൽ OMൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ പനാമ അതിലൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെതായ പ്രവർത്തനങ്ങളെ നയിക്കുവാനും അപ്പോൾ തന്നെ അവിടുത്തെ ഒറ്റ പ്രവർത്തനങ്ങൾ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് വാട്ട് വി ഡു. അപ്പോൾ ഞങ്ങൾ പനാമയിലെ ഒരു ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി, ഒരു ഇൻഡിജിനസ് ഗ്രൂപ്പാണ്, അവിടുത്തെ നേറ്റീവ്സ്, ട്രൈബൽ ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾ കർത്താവ് ഒരു ബേർഡൻ, ഒരു പാഷൻ അവരെ റീച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കർത്താവ് എനിക്കും എൻ്റെ വൈഫും തന്ന്. ഞങ്ങൾ അവിടുത്തെ മലയോരങ്ങളിലും ബോട്ടിലൊക്കെ സഞ്ചരിച്ച് അവിടെ പോകുന്നവരെ കമ്മ്യൂണിറ്റി കാണാൻ പോകുന്നത്. സോ ദേ ഗെറ്റ് റിയലി സർപ്രൈസ്. എ ഗൈ ഫ്രം ഇന്ത്യ കം ടു ദിസ് മൗണ്ടൻ പ്ലേസ് ടു വിസിറ്റ് ദം ആൻഡ് ബി വിത്ത് ദം. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്കൊരു സർപ്രൈസിങ് ആണ്. അപ്പോൾ നമ്മളവിടെ പോകുന്നത് തന്നെ. സോ ദേ ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ്. ആക്ച്വലി ദേ സ്പീക്ക് ദ നേറ്റീവ് ലാംഗ്വേജ്. എംബറ കമ്മ്യൂണിറ്റിയാണത്. അപ്പോൾ ഞാൻ സ്പാനിഷ് സംസാരിക്കുമെങ്കിലും എൻ്റെ വൈഫ് എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ മീറ്റിംഗ് ഷീ ഡസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ പോയ അവിടെ ഞങ്ങൾ പോവുകയും അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുട്ടികളോട് കളിക്കുകയും. അപ്പോൾ ഞങ്ങൾ ബിക്കം പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അവരെ ഒരു സുവിശേഷം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും വചനം പഠിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് സിറ്റിയിലെ ചർച്ചാണ്. ഞങ്ങൾ സിറ്റിയിലെ ചർച്ച് മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഈവൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞ ക്രിസ്മസ് നടന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിയാണ് അധികം ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മാത്രമല്ല ട്രെയിനിങ് ഞങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ പനാമയിൽ വി ഹാവ് എ ലാർജസ്റ്റ് ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ സൗത്ത് അമേരിക്ക പനാമയിലുണ്ട്. അപ്പോൾ അവർ റീച്ച് ആകാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പനാമയിൽ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ലാറ്റിൻ ചർച്ചസിന് ദേ ഡോണ്ട് നോ ഹൗ ടു ഷെയർ ഗോസ്പൽ ടു ദ ഹിന്ദുസ്. അപ്പോൾ ഇന്നത്തെ ഒത്തിരി മുസ്ലിങ്ങളെ റീച്ച് ചെയ്യാനുള്ളതായ ട്രെയിനിങ് ഒത്തിരി ഉണ്ട്, ലോകത്ത് ഒത്തിരി ഉണ്ട്. പക്ഷേ ഹിന്ദുക്കളെ എങ്ങനെ റീച്ച് ചെയ്യണമെന്നും അതിന് വലിയ ട്രെയിനിങ് ഒന്നും ഇല്ല. സോ ഞങ്ങൾ അവിടുത്തെ ലോക്കൽ ചർച്ചസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഞങ്ങൾ OMൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് സംതിങ് വി ഡു. ദെൻ ദർ ആർ മെനി അതർ തിങ്സ് വി ഇൻവോൾവ് ഇൻ പാനമ സിൻസ് 2014. സോ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ അല്പനേരം ഞങ്ങൾ ഒരു വചനം, ഐ തിങ്ക് ദിസ് ഈസ് എ മിഷൻ ചർച്ച്. ഇറ്റ്സ് അമേസിംഗ് ഫോർ മീ ടു ഹിയർ ദാറ്റ് യു ഇൻവോൾവ് ഇൻ മിഷൻ. പാസ്റ്റ് ചേം പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഞാൻ വന്ന വാക്യങ്ങളൊക്കെ വായിച്ചത് കണ്ടപ്പോൾ ഇതെല്ലാം സംതിങ് റിലേറ്റഡ് ടു മിഷൻ. സോ യു ഹാവ് എ ഹാർട്ട് പാഷൻ ഫോർ മിഷൻ, റീച്ചിങ് ദ പീപ്പിൾ. ഇറ്റ്സ് അമേസിംഗ് ടു നോ ദാറ്റ് യു ഹാവ് എ ലവ് ആൻഡ് പാഷൻ ഫോർ റീച്ചിങ് ദ പീപ്പിൾ. കർത്താവിനെ കുറിച്ച് പറയുവാനും യേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശുവിനെ ജനത്തെ കൊണ്ടുവരുവാനുള്ള ആഗ്രഹം നിങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നത് വളരെ സന്തോഷം. ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. ചർച്ചിൻ്റെ ഏറ്റവും ഫൗണ്ടേഷനായ ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ അറിഞ്ഞത് ആ വിശ്വാസത്തെക്കുറിച്ച് പറയുക എന്നുള്ളത്. സ്തോത്രം. ഞാനൊരു മിഷണറി ആയതുകൊണ്ട് ഞാൻ എവിടെ പോയാലും മിഷനെ കുറിച്ചാണ് അധികം പറയുന്നത്. സോ ഇറ്റ്സ് സംതിങ് ഇൻ മൈ ബ്ലഡ്. അപ്പോൾ ഞാൻ OMൽ 98 ചേർന്നെങ്കിലും ഒരിക്കലും ഞാൻ പനാമയിൽ പോയതും ഈ ട്രൈബൽസിനിടെ വർക്ക് ചെയ്യുന്ന ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടില്ല. So I never thought I would go to Panama and to live there, work among those natives in Panama. But God has His own plan for everyone. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഞാൻ ഒരിക്കലും പനാമയിൽ പോയിട്ട് ഈ ആദിവാസികളുടെ പോയി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ there's a lot of other nationalities in Panama, not only these communities. We have over 400,000 natives in Panama. 400,000 400,000 അല്ലേ, 400,000 നേറ്റീവ്സ് പനാമയിലുണ്ട്. ഏറ്റവും വളരെ ലീസ്റ്റ് റീച്ച്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ നേറ്റീവ്സ്. അപ്പോൾ നമുക്ക് അവിടെ പോകുവാൻ കർത്താവ് ഒരു പാഷൻ തന്നു. അത് I never thought I would reach up there. I never thought I would reach there and do something among these people. പക്ഷേ കർത്താവ് അതിനൊരു വഴി തുറന്നു. അതിന് മൈ വൈഫിലൂടെ ആയിരിക്കണം അല്ലേ. ഞാൻ OMൻ്റെ ഷിപ്പ് 2006 അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ വൈഫിനെ പരിചയപ്പെടുകയും 2009 I got married in Trivandrum. അപ്പോൾ അത് അവിടെ പനാമയിൽ പോകാൻ അതാണ് ഒരു കാരണം. എന്നോട് ആൾക്കാർ ചോദിച്ചാൽ നീ എങ്ങനെ പനാമയിൽ എത്തിയെന്ന് ആൾക്കാർ ഒത്തിരി ചോദിക്കാറുണ്ട്. ഹൗ യു എൻഡ് അപ്പ് ഇൻ പാനമ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഒന്നാമത്തെ കാരണം എൻ്റെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരിലെ മുഖാന്തരമാണ് പനാമയിൽ പോകുവാനും അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇഷ്ടംപോലെ ചർച്ചസ്. വി ഹാവ് ലോട്ട് ഓഫ് ചർച്ചസ് ഇൻ പാനമ. ലാർജ് 7,000 8,000 ആൾക്കാർ കൂടുന്ന ചർച്ചസ് പനാമയിലുണ്ട്. പക്ഷേ അതുപോലെ തന്നെ എല്ലാ കോണുകളിലും അവിടെ ചർച്ച്. പനാമ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. സ്പാനിഷ് സംസാരിക്കുന്ന ഒരു രാജ്യമാണ് പനാമ. അപ്പോൾ തന്നെ പനാമ കനാൽ നിങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും. റീസെൻ്റ്ലി ഇറ്റ്സ് ഓൺ വെരി ബിഗ് ടോക്ക് ഓൺ ടെലിവിഷൻ ഇൻ മീഡിയാസ്. ട്രംപ് വന്ന ശേഷം പനാമ കനാലൊക്കെ പിടിച്ചെടുക്കും. സോ പനാമ ഈസ് വെരി നോൺ നൗ ടു ദ വേൾഡ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കനാലിൻ്റെ അടുത്തായിട്ടാണ് പനാമ കനാൽ വരുന്ന സിറ്റിക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇപ്പോൾ ഭയങ്കര പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നുണ്ട് ഈ ട്രംപിൻ്റെതായ ഈ ഇങ്ങനെ വന്നതുകൊണ്ട്. സ്തോത്രം. സോ എന്നാൽ ദൈവം അവിടെ പോകുവാനും അവിടത്തേതായ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കർത്താവ് എനിക്ക് തന്നു. സോ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്ക് ഞാൻ OMൻ്റെ ലീഡർ ഫൗണ്ടർ ജോർജ് വെർബർ പറയുന്ന ഒരു കാര്യം ഇപ്പോഴുണ്ട്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് മിഷൻ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഡസൻറ്റ് മാറ്റർ where you are, അവിടെ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ സാധിക്കുമെന്നാണ്. ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ഐ റിമെമ്പർ ഓൾവേസ് ദാറ്റ് wherever you are. നമ്മൾ കടൽ കടന്നും അല്ലെങ്കിൽ ഒത്തിരി യാത്രകൾ ചെയ്ത് നമ്മൾ പോകണം, അതൊക്കെ തന്നെയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു. ബട്ട് അറ്റ് ദ സെയിം ടൈം wherever you are there is a mission. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മളിൽ ഇംപ്രിൻ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ജോർജ് വെർബർ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടേതായ ഏറ്റവും കൂടുതൽ അൺറീച്ച്ഡ് ആയ ഒരു നാടാണ് നമ്മുടെ നാട് ഇന്ത്യ. ലോകത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട് 142 കോടി 143 കോടി ജനം നമ്മുടെ നാട്ടിലുണ്ടല്ലയോ. അപ്പോൾ നോക്കുമ്പോൾ 2-3% ശരി ക്രിസ്ത്യാനികൾ ഇപ്പം നാട്ടിലുണ്ട്. ബാക്കിയുള്ളതെല്ലാം അവിശ്വാസികളാണ്. സോ അവിശ്വാസികളെ ഇപ്പം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്,
യേശു ഇല്ലാതെ ഇവർ എവിടെ പോകും എന്നുള്ളതാണ്. There is no way to heaven except Jesus. യേശു ഇല്ലാതെ സ്വർഗത്തിൽ ആർക്കും പോകാൻ സാധിക്കത്തില്ല. അവർ സ്വർഗത്തിൽ പോയില്ലെങ്കിലും എവിടെ പോകുന്നേ? End up in eternal fire, eternal hell. So there's only two ways, two places in the Bible that tells us where the eternity is spent. Either in heaven or in hell. അത് റിയാലിറ്റിയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ ഈ സ്വർഗവും നരകവും എന്ന് പറയുന്ന റിയാലിറ്റിയാണ്, അതൊരു ഇമാജിനേഷൻ അല്ല. Isn't it? It's not an imaginary story, some fictions as we hear, from somebody else or read from somebody else, but it's a reality. അപ്പോൾ ഈ ഹെവൻ ആൻഡ് എർത്ത്, ഹെവനും ആൻഡ് ഹെൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല യേശു കർത്താവ് പഠിപ്പിച്ചു. അത് യേശുവിൻ്റെ വചനങ്ങളാണ്, അതൊരിക്കലും ഒരു സഭയുടെ വചനമല്ല. Isn't it? So I'm going to talk something related to that this morning, the importance of witnessing. So let's read Matthew 28:18-20. ഞാൻ മലയാളത്തിൽ വരുന്നത് കൊണ്ട് I have made the PowerPoint a little bit on Malayalam too, so you can see there. Says, യേശു അടുത്ത് ചെന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കി കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ these are the words of Jesus. യേശുവിൻ്റെ വാക്കുകളാണ് ഇതില്ലേ. So the very reason we have to tell or share the faith that we believe in Christ, because Jesus has commanded us. യേശു നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ്. സ്തോത്രം. അതൊരു പാസ്റ്ററുടെ വാക്കുകളല്ല, ശിഷ്യന്മാരുടെ വാക്കുകളല്ല, ഒരു സഭയുടെ വാക്കുകളല്ല, അത് യേശുവിൻ്റെ വാക്കുകളാണ്. ഇറ്റ്സ് വെരി വേർഡ്സ് ഓഫ് ജീസസ്. യേശുവിൻ്റെ വാക്കുകളാണ്. ഇപ്പം നമ്മൾ നമ്മുടേതായ മറ്റു എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ നമുക്കും ലോകത്തിലുള്ള ആൾക്കാർ പോലെ ആയിരിക്കാം, അവരെപ്പോലെ നമുക്കായിരിക്കും, പക്ഷെ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് യേശുവിനെ അനുഗമിക്കാൻ നമ്മൾ തീരുമാനിച്ചു എങ്കിൽ നമുക്ക് ഒരു ഉത്തരവാദിത്തം കൂടെയുണ്ട്. We have one more responsibility to do as a follower of Jesus Christ, to talk to the people about Christ. അപ്പോൾ യേശുവിനെ കുറിച്ച് അവനോട് പറയുക. ഐ തിങ്ക് ഈ ചർച്ചിലുള്ളവരൊക്കെ അധികമായി മിഷൻ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ കേട്ട് എനിക്ക് വളരെ സന്തോഷം. സോ യു അണ്ടർസ്റ്റാൻഡ് മൈ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാരണം യേശു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ കൽപ്പനയാണ് നമ്മൾ ലോകത്ത് എല്ലായിടത്തും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കുക. സോ എനിക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സോ വെൻ യു ബ്രിങ് സംബഡി ടു ക്രൈസ്റ്റ്, വാട്ട് ഡസ് ഇറ്റ് ഹൗ ഡു യു ഫീൽ? അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തി യേശുവിനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? യു ഫീൽ ഹാപ്പി? യു ഫീൽ ഹാപ്പി? സന്തോഷം ഉണ്ടാകത്തില്ലേ? അത് തന്നെയാണ്. So when you talk to somebody about Jesus and that person come to Christ and it brings lots of joy into your heart. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷം കർത്താവ് തരും. അയ്യോ, എന്നിലൂടെ കർത്താവ് എന്നെ ഉപയോഗിച്ചല്ലോ, ആ വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറയുവാൻ, ആ യേശുവിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചല്ലോ എന്നൊരു സന്തോഷം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ തന്നെ നിങ്ങളുടെ സഭയിൽ അതൊരു സന്തോഷം കൊണ്ടുവരികയാണ്. When you would like to see more people coming to the church, isn't it? So ഇപ്പോൾ ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്തുവാണ്? കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, ഇല്ലേ? ഇറ്റ്സ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഫാമിലി. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, ആ ഫാമിലി അങ്ങ് വളരണം, മൾട്ടിപ്ലൈ ആകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമല്ലേ. അത് തന്നെയാണ് സഭയുടെ ലക്ഷ്യവും. സഭ വളരണം. ദൈവത്തിന് വലിയ ഫാമിലി. He wants a great family, not a small family. He's looking for a greater, wider family. That's what the Bible says. People from every tongue, every tribe, every nation, he'll worship the Lord in the end. Isn't it? അങ്ങനെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ നേഷൻ എന്ന് പറഞ്ഞ ട്രൈബൽസ്, എല്ലാ ഗ്രൂപ്പിൽ നിന്നും ആൾക്കാർ യേശുവിനെ ആരാധിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. സോ യേശുവിൻ്റെ ഒരു കൽപ്പനയാണ് അത്. ഇപ്പോൾ നമ്മൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 15 ആരെങ്കിലും വായിക്കണം. Somebody can read that verse. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സോ ഇതും യേശുവിൻ്റെ വാക്കുകളാണ്, മാർക്കോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? നിങ്ങൾ സകല സൃഷ്ടികളോടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്രൂപ്പിനോടല്ല.
എല്ലാ വ്യക്തികളോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണമെന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ why we have to tell that somebody said let others report bad news, we will share good news. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരത്തുന്നത് ബാഡ് ന്യൂസ് ആയില്ലയോ? നമ്മളിപ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും check any religious groups, any philosophical groups, you check any groups in the world, ഏത് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും അവർ ഗുഡ് ന്യൂസ് ആണോ പറയുന്നേ? ആണോ? No, they have no good news. They're all telling bad news. നമ്മളുടെ കയ്യിലാ ഗുഡ് ന്യൂസ് ഇരിക്കുന്നേ. We have the good news. സദ്വർത്തമാനം, സുവിശേഷം, നല്ല സുവിശേഷം നമ്മളിലായിരിക്കുന്നേ. We have to tell them that because faith comes from hearing, right? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്തോടൊന്ന് വചനം പഠിപ്പിക്കുന്നത്. So it's by hearing of God's word. You know, and Paul says, unless somebody sent, how can somebody hear? നമ്മൾ അയക്കാതെ ഒരാൾക്ക് എങ്ങനെ നമുക്ക് പറയാനും കേൾക്കാൻ സാധിക്കുന്നേ? So here യേശു പറയുകയാണ്, നിങ്ങൾ go into the whole world, എല്ലാ ലോകത്തിന്റെ എല്ലായിടത്തും പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. സ്തോത്രം. അപ്പോൾ അത് യേശുവിൻ്റെ കൽപ്പനയാണ് നമ്മൾ പോകാനുള്ളത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് there is a great need. ഒന്നാമത്തെ കാരണം നമ്മൾ യേശുവിൻ്റെ കൽപ്പനയാണ് നമ്മൾ സുവിശേഷം പറയുക. അത് നമ്മൾ എവിടെയായിരുന്നാലും പറയാൻ സാധിക്കും. എവിടെയായിരുന്നാലും ലോകത്തിന് നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നാലും കൊച്ചിയിലായിരുന്നാലും അല്ലെങ്കിൽ വയനാടായിരുന്നാലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നമുക്ക് നമ്മുടെ നിലയിൽ സുവിശേഷം പറയാൻ സാധിക്കും. It's a possibility. രണ്ടാമത്തെ കാര്യം, that's a great need. ഈ സുവിശേഷം പറയേണ്ടത് ആവശ്യകത ഏറ്റവും വലുതാണ്. നോക്കി, ലോകത്തിൽ 8.2 billion people today, 802 കോടി ജനം ലോകത്തിലുണ്ട്. Lots of people, right? ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. അതിൽ എത്ര പേര് അന്ന് നോക്കുക, ദ പോപ്പുലേഷൻ 2.3 unreached, 3.2 people എന്ന് പറഞ്ഞാൽ ഏകദേശം 302 കോടി ജനം. It's a lot of people. സുവിശേഷം കേൾക്കാത്ത നാടാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾ തരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. കർത്താവ് റീച്ച് ഔട്ട് ആവണം. നിങ്ങൾ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കേട്ട് വളരെ സന്തോഷം. You pray for every nation every day. Oh, that's something very interesting, very encouraging that you spend time in praying for those nations every time. So it's amazing. But at the same time, I believe this is something adding to what you are doing. Okay, I'm adding some information so you can have some more information to pray. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ആ ഇൻഫർമേഷൻ അല്പം കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ് so that you can have more information to pray. So നോക്കുക, ഈ 300 കോടിലധികം വരുന്ന ജനം യേശുവിനെ കേൾക്കാതിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ സുവിശേഷത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സുവിശേഷം പറയാൻ പറ്റാതെ. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ മിഡ് ജനുവരി ഞാൻ വന്ന സമയത്ത് കേട്ട വാർത്തയായിരുന്നു നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റർ ജോസും വൈഫിനെയും ജയിലിൽ അടച്ചു എന്നുള്ള കാര്യം. സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ അവരെ റിലീസ് ചെയ്തു. ദേ ഗോട്ട് എ ബെയിൽ റീസെൻ്റ്ലി. അപ്പോൾ നോക്കുക, അത് ഒരു കേസ്. ഇറ്റ്സ് വൺ ഓഫ് ദ കേസസ് ഇൻ ഇന്ത്യ. ദർ ആർ മെനി അതർ കേസസ് ഹാപ്പനിങ് ഇൻ നോർത്ത് ഇന്ത്യ. സുവിശേഷം നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരോട് സുവിശേഷം പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പക്ഷെ അതൊരു ഭാഗത്താണ്. പക്ഷേ നമ്മുടെ ചിന്ത എപ്പോഴും അയ്യോ പെർസിക്യൂഷൻ ആണല്ലോ, പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് മാറിയിരിക്കണമല്ല. നമുക്കൊരു ലക്ഷ്യം, കർത്താവെ എങ്ങനെയെങ്കിലും അവരെ അറിയട്ടെ. റൈസ് അപ്പ് പീപ്പിൾ വിത്ത് ബോൾഡ്നെസ് ആൻഡ് കറേജ്. ജനത്തിന് നല്ല ധൈര്യമുള്ളവരെ, വിശ്വാസമുള്ളവരെ കർത്താവ്, യു ഹാവ് ടു റേസ് ദ പീപ്പിൾ. ജനത്തെ ഉയർത്തണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ആവശ്യകത ഭയങ്കരമാണ്. അപ്പോൾ അത് മറ്റൊരു റീസണാണ്. നോക്കുക, ഇന്ന് ലോകത്തിൽ തന്നെ 17,000 പീപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. 17,000 പരം പീപ്പിൾ ഗ്രൂപ്പ്സ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഗോ ടു ഓൾ നേഷൻസ്. ഈ നേഷൻസ് എന്ന് പറയുന്നത് ഈ പീപ്പിൾ ഗ്രൂപ്പ്സ് ആണ് കേട്ടോ, ഈ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളെ ഈ 17,000 ഗ്രൂപ്പിൽ റീച്ച് ചെയ്ത ആളെന്ന് പറയുന്നത് നോക്കുക, ജസ്റ്റ് 7,000. അപ്പോൾ നോക്കുക, ആ ഗ്രൂപ്പ് നോക്കുക. അപ്പോൾ ഇത്രയും ജനം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്, ജസ്റ്റ് മോർ ദാൻ 3.2% ഓഫ് ദ പോപ്പുലേഷൻ, ലോക പോപ്പുലേഷൻ. സോ അപ്പോൾ ആ 17,000 ആ ഗ്രൂപ്പിൻ്റെ അറൗണ്ട് 42% is still not at reached with the gospel. അപ്പോൾ ഈ need is so next you can see, I just showing some PowerPoints here so you can see. Look at Asia. Asia is the largest continent in the world. ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റ് ആണ് ഏഷ്യ എന്ന് പറയുന്നത്. ഏകദേശം 400 കോടി ജനം, 4.8 billion people in Asian continent.
അപ്പോൾ അത് നോക്കുക, അവിടെ നോക്കുക എത്ര പേരെ റീച്ചായി നോക്കിക്കേ. സോ അവിടെ നമ്മുടെ നാട്ടിലാണ് ഈ ഏഷ്യൻ കോണ്ടിലാണ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഗ്രൂപ്പ്സ് 7,000. അപ്പോൾ നോക്കുക അവിടുത്തെ അൺറീച്ച് എന്ന് പറയുന്നത് ലൈക്ക് 73% അൺറീച്ച്ഡ് ആണ്. Lots of people to be reached in the world, in Asia. Then you can say ആഫ്രിക്കയിൽ നോക്കുക, ഏകദേശം ഒരു 100 കോടി അധികം. അവിടുത്തെ അൺറീച്ച് എന്ന് പറയുന്നത് തന്നെ അൺറീച്ച്ഡ് 25% more than. So why I'm sharing these things here, so that when you pray together, when നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ ജനത്തെ എങ്ങനെയും റീച്ച് ഔട്ട് ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ. ഇവർ കർത്താവിനെ അറിയാതെ നരകത്തിൽ പോയി അവിടെ ജീവിതകാലം മുഴുവൻ ആയിരിക്കേണ്ടി വരും. Once you reach, you can't come out. അതങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നത്. സോ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ വി ഹാവ് ടു പ്രേ ഫോർ ദം. ദെൻ ലെറ്റ്സ് നാരോ ഡൗൺ ടു ഇന്ത്യ, ദെൻ ചൈന. ലുക്ക് അറ്റ് ദിസ് ബോത്ത് കൺട്രീസ്. അവിടുത്തെ നോക്കുക, ഇന്ത്യയിൽ നോക്കുക എത്ര പേരാ നോക്കിക്കേ. Too many people, so many people to reach there. സോ അതുപോലെ ചൈന തന്നെ നോക്കുക, താഴെ ഈ പനാമ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ സീ പനാമ. അവിടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട് അവിടെ. അപ്പോൾ there is 0% Indians are Christians in Panama. 0%. അപ്പോൾ അവിടെ ഏകദേശം ഒരു 3rd largest പോപ്പുലേഷൻ പനാമയിൽ ഇന്ത്യക്കാരാണ്, ചൈനീസ് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ആൾ പോലും ക്രിസ്ത്യാനി അവിടെ ഇല്ല പനാമയിൽ. നമ്മൾ അവിടെ പോയ സമയത്ത് ഞങ്ങൾ പല ചർച്ചസ് ഇങ്ങനെ കാണാൻ പോയി. അപ്പോൾ ഞാനും ലില്ലിയും കൂടെ എൻ്റെ വൈഫ് ഞങ്ങൾ പല ചർച്ചയിൽ സംസാരിക്കാൻ പോയ സമയത്ത് ഇന്ത്യക്കാരും ഒരു ചർച്ചയും കാണാറില്ല. സിറ്റിയിലാണെങ്കിലും മറ്റ് പ്രോവിൻസിലാണെങ്കിലും ആരും വരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ കർത്താവേ, ഇവർ ഇന്ത്യക്കാരും ചർച്ചയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള ഒരു വിഷമവും. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഹൗ ക്യാൻ വി റീച്ച് ദിസ് പീപ്പിൾ? കാരണം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ മലയാളികളൊന്നും അല്ല കേട്ടോ, തമിഴരോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ, എല്ലാം നോർത്ത് ഇന്ത്യക്കാരാണ്, ഗുജറാത്തികൾ ആദ്യം താമസിച്ചത്, ഇന്ത്യക്കാർ മൊത്തം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എങ്ങനെ, ഹൗ ക്യാൻ വി റീച്ച് ദിസ് പീപ്പിൾ? അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2015 സമയത്ത് കർത്താവ് നമുക്കൊരു ആത്മഭാരം തന്നു, ഇവരെ റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളതായ ഒരു ദർശനം. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണല്ലോ, അപ്പോൾ എളുപ്പമായിരിക്കും നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ളതായ ആ ചിന്തയിൽ ഞാൻ ഇവരെ കാണാനും സംസാരിക്കാൻ പോയി. അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടുത്തെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുവിശേഷം പറയാൻ എളുപ്പമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇറ്റ്സ് വെരി ഓപ്പോസിറ്റ്. അങ്ങനെയല്ല. അവരെന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ളവരാണ്, ജോലിയുണ്ട്, കാശുണ്ട്, എല്ലാ നിലകളിലും അവർ ഇങ്ങനെ ഒരു ഉയർന്ന സ്റ്റാറ്റസ് താമസിക്കുന്ന ഇന്ത്യക്കാരാണ് നമ്മുടെ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഗുജറാത്തിൽ എന്നെ കാണുമ്പോൾ അവർക്കറിയാം ഞാനൊരു മദ്രാസിയാണ്. അവർ പെട്ടെന്ന് നമ്മളെ ഈ സൗത്ത് ഇന്ത്യക്കാരൊക്കെ മദ്രാസികളാണ്, ഈ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ വിളിക്കുന്നത്. സോ നമ്മളൊരു മദ്രാസിയാണെന്ന് മനസ്സിലായിട്ട് ഞങ്ങളോട് സംസാരിക്കില്ല, അവർ ചെയ്യത്തില്ല. ഇവനോട് ഇവൻ സേ ഹലോ ടു അസ്. അപ്പോൾ ഞാൻ പല ദിവസവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് ഹലോ പോലും പറയാൻ അവർക്ക് മനസ്സിലൊന്നും വയ്ക്കാൻ വിഷമിച്ച് കരഞ്ഞുപോയി ഒത്തിരി ദിവസങ്ങൾ എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതിങ്ങനെ വർഷങ്ങൾ, ഇങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി ഞങ്ങൾ. പക്ഷേ ഗ്രാജുവലി കർത്താവ് ഓപ്പൺ ദി ഡോർസ്. എൻ്റെ വൈഫ് ഗുജറാത്തി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവിടുത്തെ ഫാമിലീസിന് ട്യൂഷൻ എടുക്കും, സ്പാനിഷ് ട്യൂഷൻ എടുക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മുഖാന്തരം അങ്ങനെ പതുക്കെ സുവിശേഷം പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഗുജറാത്തികൾ അവർക്ക് ഞാൻ ഐ വിൽ ഷോ സം പിക്ചേഴ്സ് ലേറ്റർ. സോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ പനാമയിൽ ഒരു ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്, മുസ്ലിംസ് ഉണ്ട് അവിടെ. ഇതുപോലെ അവിടുത്തെ ആൾക്കാരെല്ലാം ദേ മെയിൻലി ഫോക്കസ് അമംഗ് ദ ലാറ്റിനോ പീപ്പിൾ അവിടുത്തെ ചർച്ചസിൽ. അങ്ങനെ പുറത്തുള്ള ആൾക്കാർ അവരെങ്ങനെ ഫോക്കസ് ചെയ്യാതെ ഇറ്റ്സ് ഈസി ഫോർ ദം ടു റീച്ച്. അതുകൊണ്ട് പക്ഷേ അപ്പം നമുക്ക് കർത്താവ് ഇങ്ങനെ ഒരു ആത്മഭാരം തന്നതുകൊണ്ട് ഞാനും വൈഫും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ കേട്ടോ, ഇറ്റ്സ് നോട്ട് എ മാസീവ് കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ പാനാമ അമംഗ് ദ ഇന്ത്യൻസ്. ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്. പതുക്കെയാണ്. സ്തോത്രം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 14 വാക്യം പറയുന്നത്, അവിടെ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. സ്തോത്രം. ദിസ് ഈസ് ഓൾസോ ദ വേർഡ്സ് ഓഫ് ജീസസ്. ഇത് യേശുവിൻ്റെ വാക്കുകളാണ്. ഇതല്ല ഞാൻ പറയുന്നല്ല, യേശു കർത്താവിൻ്റെ വാക്കുകളാണ്. യേശു കർത്താവ് ഗോഡ് ഓഫ് മിഷൻ. ജീസസ് ഈസ് എ മാൻ ഓഫ് മിഷൻ. കർത്താവിനൊരു മിഷൻ ഉണ്ടായിരുന്നു, ഈ ജനത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. വി ഹാവ് ടു ഡു വാട്ട് എവർ വി ക്യാൻ ഡു ടു ബ്രിങ് ദ പീപ്പിൾ. അപ്പോൾ യേശു കർത്താവ് ജീവനെ നൽകിയാണ്, അങ്ങനെയല്ലയോ? കർത്താവ് ഹി ഗേവ് us his life for us to save us, to redeem us. നമ്മളെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ ജീവനെ നൽകി തന്നു. സ്തോത്രം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? വാട്ട് വി ക്യാൻ ഗിവ് ബാക്ക് ടു ബ്രിങ് ദ പീപ്പിൾ ടു ക്രൈസ്റ്റ്. മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുന്നതില്ല, ഈ ലോകത്തിൻ്റെ അവസാനം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നതാണ് എല്ലാവരും സുവിശേഷം കേൾക്കുന്നത് മാത്രമേ വരത്തുള്ളൂ. സോ വി ഹാവ് ടു ഡു അവർ പാർട്ട്
ആസ് ജീസസ് മെൻഷൻ ടു അസ്. നമ്മുടേതായ ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം. കർത്താവെ, എനിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം, എനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഞാൻ സംസാരിക്കും, കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഒരു വ്യക്തിയോടെങ്കിലും കർത്താവ് എനിക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് പറയുന്നുള്ള ഒരു ആത്മഭാരം നമുക്കുണ്ടാകണം. അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നോക്കുക, അടുത്ത വേറൊരു കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ട്രാൻസ്ലേഷൻ. ഇപ്പം നമ്മൾ എല്ലാവരുടെ വീട്ടിലും ബൈബിളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും ബൈബിൾ ഉണ്ടല്ലോ. ദി ഓൾ ഓഫ് യു ഹാവ് ബൈബിൾസ്. ഇൻ ദ ഹൗസിലൊക്കെ നമുക്ക് 2, 3, 4, 5 ബൈബിളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ബൈബിളുണ്ട്, പല സൈസിൽ, പല കളറിൽ, അങ്ങനെ പലയില്ലേ. അപ്പോൾ നമ്മൾ ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ലോകത്തിൽ 7000-ലധികം ഭാഷകളുണ്ട്. ലോകത്തിൽ 7000-ലധികം ഭാഷകൾ. അതിൽ കുറച്ച് ഭാഷയൊക്കെ ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്നു, വളരാത്തതായ ഭാഷകളുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്മൾ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 700 ഭാഷകൾ മാത്രമേ ഉള്ളൂ ബൈബിൾ പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ 7000 ഭാഷകളുള്ളിടത്ത് 700 ഭാഷകൾ മാത്രമേ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഭാഷകളിൽ ബൈബിൾ ഇല്ല. ഹാവ് യു എവർ തോട്ട് ദാറ്റ്? നമുക്ക് 3-4 ബൈബിളൊക്കെ വേണ്ടി വെക്കുമ്പോൾ കർത്താവ് ബൈബിൾ വായിക്കാൻ പറ്റാതെ ഒത്തിരി പേരുന്നാണ്. അപ്പോൾ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രം 1500-ൽ പരം ഭാഷകൾ മാത്രമേ ന്യൂ ടെസ്റ്റ്മെന്റ് ഉള്ളൂ. ന്യൂ ടെസ്റ്റ്മെന്റ്. പിന്നെ അതായത് വളരെ കുറച്ച് ഭാഷകൾ മാത്രമാണ് ഈ പഴയ നിയമം ഉള്ളത്. അപ്പം മറ്റു കുറച്ച് ഭാഷകളൊക്കെ ഈ ബൈബിളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പരിഭാഷപ്പെടുത്തി വായിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നോക്കുക, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അപ്പോൾ അതൊരു ഭയങ്കര ഒരു ടാസ്ക്കാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മെക്സിക്കോ എന്നുള്ള ഒരു ബ്രദറിനെ പരിചയപ്പെടും. പുള്ളിക്കാരൻ ഒരു സീനിയർ മെമ്പറാണ്. പുള്ളിക്കാരൻ ഗോട്ടമാല എന്ന് പറയുന്ന അവിടുത്തെ ഒരു ട്രൈബൽസിനടി 40 വർഷം പുള്ളിക്കാരൻ താമസിച്ചു അവിടെ. 40 long years ഈ സ്റ്റേറ്റ് അവിടെ താമസിച്ചു, അവിടുത്തെ ഭാഷ പഠിച്ചു, അവിടുത്തെ ആൾക്കാരോടെല്ലാം അവിടുത്തെ ആൾക്കാരായിട്ട് മാറി ആ പുള്ളിക്കാരൻ. എന്നിട്ട് അവിടുത്തെ ഭാഷയിൽ പുള്ളിക്കാരൻ ബൈബിൾ പരിഭാഷപ്പെടുത്തി. It took 40 years. അപ്പോൾ അത്രയും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സിറ്റിയിലെ ഒരാൾ വീട് വിട്ട് മലയിൽ പോയി അല്ലെങ്കിൽ ഫോറസ്റ്റിലൊക്കെ പോയി താമസിക്കുക, അവിടുത്തെ ഭാഷ പഠിക്കുക, അവിടുത്തെ ആഹാരം കഴിക്കുക, അവിടുത്തെ ജീവിത രീതി പഠിക്കുക, എന്നിട്ട് അവർ ബൈബിൾ ട്രാൻസ്ലേറ്റ്, അത് ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ആരെങ്കിലുമൊക്കെ എങ്ങനെ ഇഫ് ഗോഡ് ഗീവ്സ് യു എ ബർഡൻ ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്, that's why I'm sharing these things with you. ദൈവമേ, നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ ബൈബിൾ ട്രാൻസ്ലേഷൻ, Wycliffe is a very known Bible translation entity in the world. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കർത്താവ്, അതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത്രയും പാഷനും ആ കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കും. പിന്നെ when you read your Bible, കർത്താവ്, there are so many people who don't have a Bible, please give them Bible. ട്രാൻസ്ലേഷൻ നടക്കട്ടെ. അത് ചെയ്യുന്നവരെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. We have to pray for those who are working behind translating. We are so blessed because we have a Bible in our hands. മലയാളത്തിലും സൗത്ത് ഇന്ത്യയിലെ ഒത്തിരി ഭാഷകളിലും ബൈബിളുണ്ട്, ഏകദേശം ഒഫീഷ്യൽ ലാംഗ്വേജ്. പക്ഷേ അപ്പോൾ അതൊരു വിഷയമാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഓഫ് റിലീജിയസ് എക്സ്ട്രീമിസം. അപ്പോൾ നമ്മൾ ഇന്ന് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട് ഇന്ത്യ അല്ലാതെ തന്നെ. അപ്പോൾ ഐ ഹാവ് എ ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഹിയർ. ടോപ്പ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയയാണ് ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നത് രാജ്യം. നോർത്ത് കൊറിയയിലെ വിശ്വാസികൾക്ക് ഇതുപോലെ ഒന്നും ആരാധിക്കാൻ പറ്റത്തില്ല. അവർ ക്രിസ്ത്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, ബൈബിൾ പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ കേട്ട ഒരു സംഭവമാണ്. അവിടുത്തെ വിശ്വാസികൾ നമ്മുടെ വലിയ പൈപ്പ് ഉണ്ടല്ലോ, വെള്ളം വലിയ ഭയങ്കരമായ അതിനകത്ത് ആൾക്കാർ കയറി ഇരിക്കാൻ പറ്റും, അത്ര വലിയ പൈപ്പ്. അത് ഞാൻ ഹൈദരാബാദിലേക്ക് കണ്ടുണ്ട് അങ്ങനത്തെ പൈപ്പ്. ആൾക്കാരൊക്കെ താമസിക്കുന്നതിനകത്ത് ഞാൻ കണ്ടുണ്ട്. പൈപ്പിനകത്ത് ഇവർ കയറിയിരുന്ന് ആരാധിച്ചു, ആരും അറിയാതെ. അങ്ങനെ പോലീസ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവർ ഈ പുറകെ വന്ന് അടച്ചു കളഞ്ഞു, അവർ എൻട്രൻസ് അടച്ചു കളഞ്ഞു. അതിനകത്ത് അവർ ശ്വാസം മുട്ടി മരിച്ചു ആ വിശ്വാസികൾ. അപ്പോൾ അത്രയും ഭയാനകമായ പീഡയാണ് ഒത്തിരി വിശ്വാസികൾ പല രാജ്യങ്ങൾ അനുഭവിക്കുന്നത്. സ്തോത്രം. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. Isn't it? We don't have that kind of problems. We'll still have freedom to come and worship the Lord. നമുക്കിങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ആരാധിക്കാനൊക്കെ സാധിക്കും. But there are many countries. Look at North Korea, Somalia, Yemen, Libya, Sudan, Eritrea, നൈജീരിയ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. നോക്കുക, ആ രാജ്യങ്ങളിലെ അധികവും മുസ്ലിം രാജ്യങ്ങളാണ് അധികവും. നോർത്ത് കൊറിയയും ഇന്ത്യയും ഒഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മുസ്ലിം. നൈജീരിയയിലെ കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്, പക്ഷേ ബാക്കി എല്ലാ രാജ്യങ്ങളും മുസ്ലിം നേഷൻസാണ്.
മുസ്ലിം രാജ്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ 11ാമത്തെ രാജ്യമാണ് ഇപ്പോൾ പെർസിക്യൂഷനിൽ. നോക്കുക, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി ഉണ്ട്. വി ഹാവ് ലോട്ട്സ് ടു പ്രേ ഫോർ ദ ചർച്ചസ് അറൗണ്ട് ദ വേൾഡ്. ഒത്തിരി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം നല്ല സൗകര്യങ്ങളും നല്ല ഒരു കംഫർട്ടായിട്ടുള്ള സാഹചര്യം കർത്താവ് തരുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒത്തിരി വിശ്വാസികളുണ്ട് ലോകത്തിൽ. സ്തോത്രം. And I think if you travel around, you can see that. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. You can understand how much suffering many Christians have to go through to worship the Lord. അപ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. So when you pray, remember these people, these situations in your prayers. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, so we need a heart of witness to share wherever we are. അപ്പം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പറയാനുള്ള ഒരു ഹൃദയം, ഒരു താല്പര്യം നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു മനോഹരമായ ഒരു സംഭവമുണ്ട്. എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഈ നയമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി, അറിയാം, നയമാൻ എന്ന ഒരു അരാമ്യ പട്ടാളക്കാരൻ, ഒരു സേനാധിപതി, അറിയാം, എല്ലാവർക്കും കഥയാണ്. സോ യു നോ ദാറ്റ് സ്റ്റോറി, റൈറ്റ്? അപ്പോൾ അവിടെ ഇദ്ദേഹം മുഖാന്തരം ഒത്തിരി വിജയങ്ങൾ ആരാമ്യ രാജ്യത്തിന് ലഭിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം താൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു, അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ആരാമിൽ കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടി അവിടുത്തെ ആ ജോലിക്കാരിയായി മാറുന്നു. അവൻ്റെ നയമാൻ്റെ ഭാര്യയുടെ ശുശ്രൂഷക്കാരിയായിട്ട് മാറുന്നു. അവിടുത്തെ വീട്ടുജോലികളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടി. എന്നാൽ അവിടെ അങ്ങനെ ആ ഒരു സാഹചര്യം ആയിരിക്കുന്ന സമയത്ത് ഈ നയമാന് കുഷ്ഠരോഗിയാണെന്നുള്ള കാര്യം ഈ പെൺകുട്ടി അറിയുന്നില്ല. അങ്ങനെ എങ്ങനെയോ ഈ പെൺകുട്ടി അറിഞ്ഞു നയമാൻ കുഷ്ഠരോഗമുണ്ട്. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു മരിക്കുന്ന ഒരു രോഗമാണ്. there was no curance for leprosy those days. ആ ദിവസങ്ങളിൽ ലെപ്രസിക്ക്, കുഷ്ഠരോഗത്തിന് മരുന്നില്ലാത്തൊരു കാലമാണ്. കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? they will die. അപ്പോൾ ഈ പ്രത്യേകിച്ച് അന്നത്തെ യേശുവിൻ്റെ സമയത്തും അത് കുഷ്ഠരോഗം വളരെ പ്രബലമായിരുന്നു. ഒത്തിരി കുഷ്ഠരോഗികളെ വന്ന് സൗഖ്യം പ്രാപിച്ച കർത്താവിൻ്റെ സമയത്തും. ഇപ്പോൾ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാളയത്തിന് പുറത്താണ്. യു കനോട്ട് സ്റ്റേ വിത്ത് ദ പീപ്പിൾ. കാരണം അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടേജിയസ് ഡിസീസാണ് ഈ ലെപ്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഹി ഹാസ് ടു ബി അവേ ഫ്രം ദ ടൗൺ, ഫ്രം ദ പീപ്പിൾ, കമ്മ്യൂണിറ്റി, ഐസൊലേറ്റഡ്, ഡിപ്രസ്ഡ്, ഒക്കെ ഒത്തിരി ഒരു ഭയങ്കരമായ ഒരു ഇമോഷണൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഭയവും മഴിക്കുമെന്നുള്ള പേടി. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ ഒരു സാഹചര്യമാണ് പിന്നെ സംബഡി ഹാസ് ലെപ്രസി. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പെൺകുട്ടി she heard somewhere that this man has leprosy. അപ്പോൾ ഈ വ്യക്തിക്ക് ലെപ്രസി ഉണ്ടെന്ന് ഈ പെൺകുട്ടി അറിയുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, നമുക്ക് ഇസ്രായേലിൽ സമരിയയിൽ ഒരു പ്രവാചകനുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോവുകയാണെങ്കിൽ ആ പ്രവാചകന് പുള്ളിക്കാരനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. സ്തോത്രം. അപ്പോൾ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് ലിറ്റിൽ ഗേൾ, യങ് ഗേൾ. അവൾക്കത് പറയേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നോ? ഷി വാസ് എ ക്യാപ്ചർ ഗേൾ, അല്ലേ? അടിമയാക്കി കൊണ്ടുപോയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അടിമയായിരിക്കുമ്പോൾ വളരെ ഹാപ്പിയാണോ? ഹു വുഡ് ബി ഹാപ്പി ടു ബി എ സ്ലേവ്? ആയിരിക്കുമോ? ഹാപ്പി ആയിരിക്കുമോ? വളരെ പ്രത്യേകിച്ച് യൗവനക്കാരി ഒരു പെൺകുട്ടിയാണ്. അമ്മയുടെയും അപ്പൻ്റെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ യാതൊരെയും ഒരു സൗകര്യം ഒരു പരിചരണവും ലഭിക്കാതെ വളരെ വേദനയോടെ, വളരെ നിരാശപ്പെട്ട്, ദേഷ്യമൊക്കെ പൂണ്ട്, അയ്യോ കർത്താവേ എന്നുള്ള ആ ഒരു അവസ്ഥയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് when you imagine about a slave. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടിയുടേതായ ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ്. ഷി ഹാസ് എ വെരി ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവൾ പറയുകയാണ്, ഈ യജമാനൻ ശമരിയെ പോവുകയാണെങ്കിൽ he can be cured, സൗഖ്യമാകുമെന്നുള്ളതായ ആ ഒരു നല്ല വാർത്ത. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്, അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഗുഡ് ന്യൂസ്. അപ്പോൾ നമ്മുടെ സാഹചര്യം എന്തും ആയിക്കൊള്ളട്ടെ, വി ഹാവ് എ ഗുഡ് ന്യൂസ് ഇൻ അവർ ഹാൻഡ്സ്. വി ഹാവ് എ ഗുഡ് ന്യൂസ് ഇൻ അവർ ഹാൻഡ്സ്. അപ്പോൾ നമുക്ക് ഒഴിവുകളൊക്കെ പറഞ്ഞ് മാറേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. അയ്യോ ഞാൻ പറഞ്ഞ അവർ കളിയാക്കത്തില്ലയോ? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പനാമയിലൊരു ഒത്തിരി സംഭവങ്ങളുണ്ട്. പനാമയിലൊരു ഗോവക്കാരനെ പരിചയപ്പെട്ടായിരുന്നു ഞാൻ. ഒരു ഫെർണാണ്ടസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ. ഒരു ഭയങ്കര മദ്യപാനിയാണ്. ദൈവം എനിക്കൊരു ഗോഡ് ഹെവ് മീ എ ഫേവർ. അപ്പോൾ ഏത് ആളടുത്തും പോയി സംസാരിക്കാൻ, അവിടുത്തെ എത്ര റിച്ച് ആണെങ്കിലും ഇവരോട്ടൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഇവരോട് സംസാരിക്കാനും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ ഒരു അവസരം കർത്താവ് തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇദ്ദേഹം ഒരു നല്ല ബിസിനസ് ഉള്ളൊരു പുള്ളിക്കാരാണ്. ബിസിനസ്സൊക്കെ തകർന്നു ആകെപ്പാടെ നിരാശപ്പെട്ട എല്ലാം ഒരു സാഹചര്യം പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. സോ ഐ ഹാഡ് എ ഗുഡ് കോൺവെർസേഷൻ വിത്ത് ദിസ് മാൻ.
ഞാൻ സംസാരിച്ചു, ഫോണിൽ കൂടെ സംസാരിച്ചു. ഐ ഗോ ടു കോഫി വിത്ത് ഹിം. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ ലഭിച്ചു. അപ്പം ഞാൻ യേശുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പുള്ളിക്കാരനെങ്കിൽ ഭയങ്കര ഒരു ദേഷ്യവും, ഭയങ്കര മദ്യപാനിയായിരുന്നു. ഈ ഡ്രിങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ മദ്യപിക്കരുത്, യു ഡോണ്ട് ഡ്രിങ്ക് ടു മച്ച്, നിങ്ങളുടെ ഇതാകപ്പാടെ വിഷയമൊക്കെ ആവുന്നു. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു എന്തിനാ വെള്ളത്തെ വീഞ്ഞാക്കിയത്? ഇത് പുള്ളിക്കാരൻ്റെ ഒരു എക്സ്ക്യൂസാണ്. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയില്ലയോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കുടിച്ചുകൂടാന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരനെ ഇങ്ങ് മാറിക്കളയും പറഞ്ഞ്. ഒരു ദിവസം പുള്ളിക്കാരന് ഒത്തിരി ദേഷ്യം വന്നു. കാരണം പുള്ളിക്കാരന് ഞാൻ സംസാരിച്ച് സുവിശേഷം പറഞ്ഞ പുള്ളിക്കാരൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ 3 മാസം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പുള്ളിക്കാരന് സുവിശേഷം കേൾക്കേണ്ട അവസരം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും സുവിശേഷം പറഞ്ഞു പുള്ളിക്കാരനോട്. പുള്ളിക്കാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിയൊക്കെ ചെയ്തതാണ്. പക്ഷേ പുള്ളിക്കാരന് സുവിശേഷം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിമ്മിഷ്ടം, നമ്മുടെ ഭാഷ വല്ലാത്തൊരു വിമ്മിഷ്ടം, അല്ല ഒരു അസഹ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അനേകർക്ക് അങ്ങനെയാണ്. സ്തോത്രം. അപ്പം നമ്മൾ ചിന്തിക്കും, അയ്യോ സുവിശേഷം പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുന്നത്, കളിയാക്കത്തില്ലയോ, അവർ വഴക്ക് പറയത്തില്ലയോ, ഓടിക്കത്തില്ലയോ, അടിക്കത്തില്ലയോ. നമുക്ക് ഭയങ്കര ഭയമാണ്. വി ആർ അഷെയിംഡ് ടു സ്പീക്ക് അബൌട്ട് ജീസസ് ഓഫ് സുവിശേഷം പറഞ്ഞാൽ നമുക്കൊരു നാണക്കേടാണ്. അതാണ് ഞാൻ നോക്കിയിട്ട്, അതാണ് വാസ്തവം. ഇൻ മോസ്റ്റ് കേസസ് ദാറ്റ് ഈസ് റിയാലിറ്റി. നമുക്ക് സുവിശേഷം പറയാൻ ഭയങ്കര നാണക്കേടാണ്. അതാണ് ഈ ലോകത്ത് ഞാൻ നോക്കിയിട്ട്. ഞാൻ 27 വർഷമായിട്ട് ഇങ്ങനെ നാടിങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ യേശു പറഞ്ഞത്, ഇഫ് യു അഷെയിംഡ് ഓഫ് മീ ബിഫോർ ദ പീപ്പിൾ, ഐ വുഡ് ബി അഷെയിംഡ് ഓഫ് യു ബിഫോർ മൈ ഫാദർ. അപ്പോൾ നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങൾ ഇപ്പോൾ നാണക്കേട് ജനത്തിന് മുമ്പ് അങ്ങനെ മലയാളത്തിൽ എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ഇൻ മലയാളം. അപ്പോൾ നിങ്ങളെ ഞാൻ മുഖാന്തരം നിങ്ങൾ അഷെയിംഡ് ആയിട്ട് അല്ലെങ്കിൽ നാണക്കേട് നിങ്ങൾ ജനത്തിന് മുമ്പാകെ വരികയാണെങ്കിൽ ഐ ആൾസോ ദ സെയിം. ആ ദൈവത്തിന് മുമ്പാ പിതാവിന് മുമ്പാകെ നിങ്ങൾക്കും അഷെയിംഡ് ആവുന്ന കർത്താവ് പറഞ്ഞേക്കുന്ന സ്തോത്രം. നമ്മുടെ ആ ഒരു ഭയം മാറണം, ആ ഒരു അവസ്ഥ മാറണം. എങ്കിൽ മാത്രം നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇഫ് യു വാണ്ട് ടു സീ other people come to Christ, you have to come out of your comfort zone. There is no other way. അപ്പം മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് യേശുവിനോട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കംഫർട്ടായ ആ അവസ്ഥയിൽ നമ്മൾ പുറത്തു വരണം. ഇറ്റ്സ് ഗോയിങ് ടു ബി പെയിൻഫുൾ സം ടൈം. വേദനയാണ്. നമ്മൾ നാണക്കേടൊക്കെ സഹിക്കേണ്ടി വരും, വേദന സഹിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞ ഉടനെ ആരും അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. സുവിശേഷം പറഞ്ഞ ഉടനെ എല്ലാവരും ഹാപ്പിയോട് സ്വീകരിക്കണമെന്ന് അങ്ങനെയൊന്നും വരത്തില്ല. നോ, they will put us down. ഞാൻ ആന്ധ്രയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ ടീമിൽ വരുന്നത്, ആന്ധ്രയിലൊക്കെ ഞാൻ ഭാഷയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇംഗ്ലീഷ് അറിയത്തില്ല, തെലുങ്ക് തമിഴ് ഒന്നും അറിയത്തില്ല, മലയാളം മാത്രം അറിയാമായിരുന്നു ഹോമി വരുന്ന സമയത്ത്. ഞാനൊരു ആന്ധ്രയിലൊരു വീട്ടിൽ പോയിട്ട് ഞാനൊരു കൂട്ടുകാരനും കൂടെ, എൻ്റെ ടീം, ഞങ്ങൾ രണ്ടുപേരുടെ പോകുന്നത്. ഞങ്ങളൊരു വീടൊക്കെ ഇങ്ങനെ മുട്ടിയിട്ട് ഗേറ്റ് അടച്ചിട്ട് ഇങ്ങനെ അതേ ഒരു ആൻറ്റി കേമൻ ഓപ്പൺ ദ ഡോർ. ആൻറ്റി തുറന്ന് ഒരു ആളിൽ പോയി നമ്മൾ ചോദിച്ചു, നീ ആരാ നിങ്ങളെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നൊക്കെ വരുന്നതാണ്, ബാംഗ്ലൂർ വരുന്നതാണ്, ഞങ്ങളിൽ പുസ്തകവും ട്രാക്റ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ട്രാക്റ്റോട് പുള്ളിക്കാരി ചുരുട്ട് മുഖത്ത് ഒറ്റ ഏറെ മുറയില്ല. എന്നിട്ട് കുറച്ച് ചീത്തയും പറഞ്ഞു ഞങ്ങളെ. നമ്മളിങ്ങനെ എനിക്ക് ഒന്നും മനസ്സിലായില്ല, കാരണം തെലുങ്ക് അവർ തെലുങ്കിലാണ് പറഞ്ഞേ. അപ്പോൾ കുഴന്ന പുള്ളിക്കാരൻ തെലുങ്ക് അറിയാമായിരുന്നു. അവരിന് ചിരിക്കാടാ, നീ നിന്നാടാ ചിരിക്കുന്നത്. ഞാൻ പറയാം നിന്നെ ഡോങ്കി എന്ന് വിളിച്ചെന്നാ പറഞ്ഞേ. അതാണോ വലിയ കാര്യം? ഞാൻ പറഞ്ഞു കർത്താവ് ഡോങ്കി പുറത്തല്ലേ, കഴുതയുടെ പുറത്തല്ലേ കർത്താവ് പോയത്, അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ബിഗിനിങ് ഓഫ് വാട്ട് ഐ ഹാഡ് ടു ഫേസ്. അപ്പോൾ നമ്മളെ കളിയാക്കും ആൾക്കാർ. We would face mockery, shaming, നമ്മളെ കുറഞ്ഞു കാണുകയും താഴ്ത്തൊക്കെ ചെയ്യും. പക്ഷേ ആർക്ക് വേണ്ടി നമ്മളിതെല്ലാം സഹിക്കുന്നേ? നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന് വേണ്ടിയാണ്. സ്തോത്രം. We do everything for Jesus, not for me, not for the church, not for anyone here. അത് യേശുവിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം സഹിക്കുന്നത്. So we have to do it. We need to have that passion. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ പെൺകുട്ടിയെ പോലെ ഉള്ള നമുക്കൊരു അവസരം ലഭിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുമോ? നമ്മൾ എവിടെയായിരുന്നാലും there is a need. യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഒത്തിരി പേര് കാത്തിരിക്കുകയാണ്. നമ്മൾ പറയുന്നില്ലെന്നതേ ഉള്ളൂ വാസ്തവം. പലപ്പോഴും നമുക്ക് പേടിയാ പറയാൻ, പേടി. We are afraid. Okay, let me see next one what is coming. Okay. Okay. നിങ്ങൾക്ക് കൊക്കക്കോള അറിയാമോ? കൊക്കക്കോള കുടിക്കാതെ എനിക്ക് അറിയത്തില്ല, ഇവിടുത്തെ ആരും കുടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് കൊക്കക്കോള ഈസ് വെരി ഫേമസ് ഡ്രിങ്ക് ഇൻ ദ വേൾഡ്. ഓക്കെ, കൊക്കക്കോളക്കാർക്ക് ഒരു മോട്ടീവ് ഉണ്ട്. അവർക്കൊരു വിഷൻ ഓഫ് കൊക്കക്കോള കമ്പനി. എ ക്യാൻ ഓഫ് കോക്ക് ഇൻ ദ ഹാൻഡ് ഓഫ് എവറി പേഴ്സൺ ഓൺ ദ പ്ലാനറ്റ്.
അതാണ് കൊക്കക്കോള കമ്പനിക്കാരുടെ ലക്ഷ്യം. ലോകത്തിലെ എല്ലാ വ്യക്തിയുടെ കയ്യിലും ഒരു പ്രാവശ്യമെങ്കിലും അത് കുടിച്ച് രുചി എന്താണ് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ 8 ബില്യൺ പീപ്പിൾ അല്ലേ ഇന്ന് ലോകത്തിൽ, മോർ ദാൻ 8 ബില്യൺ. അപ്പോൾ തുടങ്ങിയിട്ട് കുറേ വർഷമായി സംഭവം തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കോക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. വെള്ളവും സ്പിരിറ്റ് കുടിച്ച് പോകുന്ന സംഭവമാണത്. അപ്പോൾ അവർക്കൊരു ദർശനമുണ്ട്. They have a goal to reach the world with this little, spirit-filled water. ഇല്ലേ? അപ്പോൾ നോക്കുക അത് എങ്ങനെ എത്തിക്കാൻ നോക്കിയേ. See how they reach with the Coca-Cola. നോക്കട്ടെ. How they carry Coca-Cola. The way they carry, the mode of transport. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ലോകത്തിന്റെ എല്ലായിടത്തും എത്തിക്കണമെന്നതാണ് അവരുടെ ലക്ഷ്യം. ഇല്ല കണ്ടോ, എല്ലാവരും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, how much more Jesus Christ? വെറുതെ ഒന്ന് കുടിച്ചിട്ട് എന്ന് പോകുന്നതായ വെള്ളത്തെ ലോകത്ത് എല്ലാവരും എത്തിക്കണമെന്നൊരു കമ്പനിക്ക് ഒരു ദർശനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജീവന്റെ ദാതാവായ യേശുവിനെ കുറിച്ച് നമ്മൾ എല്ലാവരോടും പറയണ്ടേ? വാട്ട് ഈസ് അവർ മോട്ടീവ്? ജീവനെ കൊടുക്കുന്ന യേശുവിനെ, ജീവനെ തന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ ലോകത്ത് എല്ലാവരോടും, കർത്താവെ എൻ്റെ ആയുസ്സിൽ എത്ര വർഷം എനിക്ക് തരുമോ ആ വർഷം അത്രയും എൻ്റെ യേശുവിനോട് ഞാൻ സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഫോർ ജീസസ്. അപ്പോൾ എല്ലാം ഞാൻ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട്, ജോലി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട്, എൻ്റെ ഭാര്യ മക്കളെയൊക്കെ ഒന്ന് കെട്ടിച്ചയച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാം ഒന്ന് അത് പതുക്കെ നമുക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ ഐ ഹേർഡ് ദാറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ശരി, എല്ലാം ഒന്ന് സെറ്റായിട്ട് പതുക്കെ. നോ, വിൽ ബി ലേറ്റ്. ടു ലേറ്റ്. നമുക്ക് ഇന്നാണ്. ടുഡേ ഈസ് എ ഡേ ഓഫ്, അങ്ങനെ പറയുന്നത്, ടുഡേ ഈസ് എ ഡേ ഓഫ് സാൽവേഷൻ, ഇറ്റ് വാസ് എ ഡേ ഓഫ് ദ ലോർഡ്സ് ഫേവർ. കർത്താവിൻ്റെ രക്ഷാ ദിവസം ഇന്ന് നമ്മൾ അങ്ങനെ ഇന്ന് ടുഡേ. നാളെ നമുക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ടുമോറോ. ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. അപ്പം നമുക്ക് ലഭിക്കുന്നതായ ആ അവസരങ്ങളിൽ നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ, ഈ കൊക്കക്കോള കമ്പനിയെക്കാളും ബെറ്ററാണ് യേശു കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത്. ഇതിനല്ലേ കൊക്കക്കോളയെക്കാളും ബെറ്റർ അല്ലേ ദ ഗുഡ് ന്യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ ഒരു വാക്യം, 1-2 വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് ഞാനത് നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഐ വിൽ സ്റ്റോപ്പ് വെരി സൂൺ. ഹാർട്ട് ഓഫ് ജീസസ്, മാത്യു, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9:35-38 മുതലുള്ള വാക്യം. അവിടെ എന്നെ എപ്പോഴും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗങ്ങളാണ് ഇതെല്ലാം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികൾ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു ആരാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ, യേശു ആരാണ്? Who is Jesus? ആരാ യേശു? എ സൺ ഓഫ് എ കാർപ്പൻറ്റർ, ഒരു ആശാരിയുടെ മകനാണോ യേശു? Who is Jesus? ആരാണ് യേശു? He's the Son of God. He's a creator of the universe. Amen. He's a creator of the universe. സർവ സൃഷ്ടിയുടെയും സൃഷ്ടിതാവാണ് യേശു കർത്താവ്. യേശു എന്തോ ചെയ്യുന്നത് ഇവിടെ? അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് പള്ളികളിൽ ഉപദേശിച്ച് സുവിശേഷം യേശു കർത്താവ് പ്രസംഗിക്കുകയാണ് നിർത്താതെ. Without even resting, Jesus is moving one place to another place. He is preaching without even resting. Many times he rests on the boat. ഒരു വിശ്രമവും ഇല്ലാതെ യേശുവിനെ ഓടി നടക്കുകയാണ്. യേശു വീടിന് പുറത്തിറങ്ങി അവിടെ ജനത്തിന്റെ ഒരു ഭയങ്കര ഒരു ആരവമാണ്. പുരുഷല്ലേ, അങ്ങനെയല്ലേ? യേശുവിന് ഒറ്റയ്ക്ക് ഒരു സ്ഥലം ലഭിച്ചിട്ടില്ല. എവിടെ പുറത്ത് ഇറങ്ങിയാൽ മതി ജനം വന്ന് കൂടും യേശുവിന് മുമ്പാകെ. സോ ഹി വാസ് always busy having the crowd. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഏറെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയുകയാണ്, the harvest is plentiful. It's a great is the harvest, but we have just few workers. അപ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞതാണ്, ഇഷ്ടംപോലെ നമ്മൾ ഈ നോക്കുമ്പോൾ റീച്ച് ഔട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്, കൂടിക്കണക്കിന് ജനം ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് വർക്കേഴ്സ് കുറവാണ്. വി ഹാവ് ലെസ് പീപ്പിൾ ടു ഡു ദ വർക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ തന്നെയാണ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. യു ആർ ദ വർക്കേഴ്സ് ഓഫ് ദാറ്റ് ഹാർവെസ്റ്റ് ടു ബി ഹാർവെസ്റ്റഡ്. നിങ്ങളാണ് അതിൻ്റെതായ ആൾക്കാർ. സോ അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, അയ്യോ കർത്താവ് ഇത് ദൈവദാസൻ്റെ പരിപാടി, ദൈവദാസനാണ് ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ കുറച്ച് ലീഡേഴ്സ് ബൈബിൾ പഠിപ്പിക്കുന്ന അവരൊക്കെയാണ് ഇതൊക്കെ ചെയ്യണം, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മളാണ്, ഓരോ വ്യക്തികളും, യേശുവിലെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്ക് ഉത്തരവാദിത്വമുണ്ട്.
നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയും പ്രവർത്തിക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരും നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. വി ഹാവ് എ ജോയ് ഓഫ് സാൽവേഷൻ, വി ഹാവ് എ പീസ് വിത്ത് ഗാഡ്. നമുക്ക് അങ്ങനത്തേതായ ആത്മീയ സന്തോഷങ്ങളും ആത്മീയമായ അനുഗ്രഹങ്ങളും നമുക്കുള്ളത് ഉണ്ടല്ലോ. എന്നാൽ അത് മറ്റുള്ളവർ എങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നത്? ഹൗ ക്യാൻ വി ടേക്ക് ദാറ്റ് ടു അതർ പീപ്പിൾ വാട്ട് വി ഹാവ്? അത് നമ്മൾ തന്നെയാണ്. ഇറ്റ്സ് അവർ ഓൺ ഡിസിഷൻ, നമ്മുടെ തീരുമാനമാണ്. കർത്താവെ, എനിക്കൊരു അവസരം ലഭിക്കുമ്പോൾ ഞാൻ അത് കർത്താവിനെ കുറിച്ച് പറയും. കർത്താവല്ലേ പറയുന്നത്, യേശു കർത്താവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എവറി പേഴ്സൺ ഓൺ ദിസ് പ്ലാനറ്റ് ടു ഹിയർ ദ ഗാസ്പൽ. എവറി പേഴ്സൺ ഓൺ ദിസ് പ്ലാനറ്റ് ടു ഹിയർ ദ ഗാസ്പൽ. അത് യേശുവിൻ്റെ ആഗ്രഹമാണ്. ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ജീസസ്. അത് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ക്രൈസ്റ്റ് ഗേവ് ടു ദ ചർച്ച്, ദ ഡിസൈപ്പിൾസ്, ദ ഫോളോവർ ഓഫ് ജീസസ്. അത് യേശുവിൻ്റെ ഒരു വലിയൊരു ഒരു ആജ്ഞയാണ്, കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ്. അടുത്ത വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, പാപിയെ നേർവഴിക്ക് ആക്കുന്നവർ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും. So what we are doing is here, we're saving people from the death. മരണത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത് വലിയൊരു കാര്യമാണ്. അപ്പം യു ആർ ഡൂയിങ് സംതിങ്, യു ആർ ലൈക്ക് എ ഫയർ ഫൈറ്റർ. എൻ്റെ മോൻ ചിമത്തി, അവന് കുഞ്ഞായിരുന്ന സമയത്ത് ഞാനോട് ചോദിക്കണം, നിനക്ക് എന്തോ ആകണ്ടേ വളരുമ്പോൾ? ഐ വാണ്ട് ടു ബിക്കം എ ഫയർ ഫൈറ്റർ. എന്നാ അവൻ പറയുന്നത്, എനിക്കൊരു ഈ ഫയർ എഞ്ചിനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, ഈ തീ അണക്കാനൊക്കെ പോകുന്ന ആൾക്കാർ, അതാവാൻ അവൻ്റെ ആഗ്രഹം. അപ്പം എന്നെ വളരെ ചിന്തിപ്പിച്ചു. പക്ഷെ പറഞ്ഞേ, അപ്പോൾ നമ്മളെല്ലാവരും ഫയർ ഫൈറ്റേഴ്സ് ആക്ച്വലി, ഇല്ലേ? അല്ലേ? നമ്മളെല്ലാവരും, ചേർച്ച് ഈസ് എ ഫയർ ഫൈറ്റിംഗ് എൻറ്റിറ്റി അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ തീയിൽ പോകുന്നതായ വ്യക്തികളെ അവിടെ നിന്ന് ആ മരണം രക്ഷിക്കുക നമ്മൾ ചെയ്യുന്നത്. യു ആർ നോട്ട് ഡൂയിങ് എ സ്മോൾ തിങ്, യു ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. നിങ്ങളൊരു മഹത്തായ കാര്യം നമ്മൾ ചെയ്യുന്നേ. നമ്മൾ പലപ്പോഴും അതിനെ കുറഞ്ഞ് കാണുക ചെയ്യുന്നത്. യു ആർ നോട്ട് ഗിവിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ്. അപ്പോൾ നോക്കേ, ഇപ്പോൾ യേശുവിനെ അറിയാത്ത വ്യക്തി തീയിലാണ് പോകുന്നത്. അപ്പോൾ ആ തീയിൽ പോകാതെ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ പഠിക്കുന്നവർ, അവരാരും തീയിൽ പോയി വീണ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ തീയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക ചെയ്യും. വി ആർ സേവിങ് ദം ഫ്രം ഫയർ. അതാണ് നമ്മൾ ചെയ്യുന്നത്. യൂദയുടെ ലേഖനത്തിൽ അവിടെ പറഞ്ഞു, somebody can read for me please, last one. ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. സോ അവിടെ പറഞ്ഞിരിക്കുന്നത് യു ആർ സേവിംഗ്, യു ആർ സ്നാച്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ, സ്നാച്ചിങ് ദം ഫ്രം ഫയർ. പിടിച്ചെടുക്കുക, പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തട്ടി പറിച്ചെടുക്കുക. സംതിങ് ലൈക്ക് ദാറ്റ്, സംതിങ് ഡീപ്പർ. യു ഡൂയിങ് സംതിങ് ഗ്രേറ്റ് വർക്ക്. നമ്മളെ കാണാനൊന്നും നമുക്ക് ഭംഗിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. നമ്മളെ കാര്യം കാണാൻ ഒരു പെന്തക്കോസ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികൾ, പക്ഷെ നമുക്ക് വി ഹാവ് എ ഗ്രേറ്റ്, യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു കർത്താവ് പറഞ്ഞേ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നാൽ ലോകത്തിൻ്റെ വെളിച്ചം. ക്രിസ്ത്യാനില്ലാത്ത ലോകത്തൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, വെട്ടവും ഇല്ല, ഉപ്പും ഇല്ല. എന്താണ് ക്രിസ്ത്യാനില്ലാത്ത നാടെന്ന് പറയുന്നത്? വെട്ടവും ഇല്ല, ഉപ്പുമില്ല. ഉപ്പില്ലാത്ത വീടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ക്യാൻ യു ഇമാജിൻ എ ഹൗസ് വിത്തൗട്ട് സോൾട്ട്? അടിയല്ലേ, അവിടെ പ്രശ്നമല്ലേ? ഉപ്പില്ലാതെ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? എൻ്റെ കർത്താവ് എന്തൊക്കെ ചെയ്യും നമ്മൾ? നിങ്ങളൊന്ന് ഉപ്പ് കുറച്ച് നോക്കണം, എന്ത് കറി. അത്രയും ഇമ്പോർട്ടൻസ് ആണ്. കാണാനൊരു വിലയില്ല, പക്ഷേ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സോൾട്ട് ഈസ്. സോ വി ആർ സോ സ്പെഷ്യൽ ഫോർ ദ ലോർഡ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആ കർത്താവിന്. ആ ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ ഓർത്ത് നോക്കിക്കേ, അന്ധകാരത്തിൽ കിടക്കുന്നവര്, കോടിക്കണക്കിന് ജനം. സോ വി ആർ ദ ഹാൻഡ്സ് ആൻഡ് ദ ഫീറ്റ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കരങ്ങളും കാലുകളുമാണ് നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കാണ് ഈ പട്ടണത്തിൽ. സോ യു ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു ഡു സംതിങ് ഫോർ ദ കിങ്ഡം ബിഫോർ ഇറ്റ്സ് ഗെറ്റ് ലേറ്റ്. നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞ് മാറ്റി വെക്കരുത്. ടുഡേ ഈസ് ദ ഡേ വെൻ യു ഹാവ് ഇൻ യുവർ ഹാൻഡ്സ് ഡു ഇറ്റ്. അങ്ങനെ വചനം പഠിപ്പിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തീയിൽ നിന്ന് നമ്മൾ ആൾക്കാരെ വലിച്ചെടുക്കുക ചെയ്യുന്നത്. Someone said, if we understand what lies ahead for those who do not know Christ, there will be a sense of urgency in our witness. അപ്പോൾ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ ആ കാര്യത്തെക്കുറിച്ച് വലിയൊരു urgency, ഒരു തീവ്രമായ ഒരു ആഗ്രഹം, അയ്യോ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവും. യേശു അറിയാത്ത ആൾക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയില്ല. ഐ ഓൾറെഡി സ്പോക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞു, യേശു ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. They will never go to heaven without Jesus. There is no entrance.
എത്ര റിച്ച് ആയിരുന്നാലും എത്ര റിലീജിയസ് ആയിരുന്നാലും യേശു ഇല്ലാത്ത ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. They cannot go to heaven. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. കർത്താവെ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സ്നേഹിതർ, എൻ്റെ വീട്ടുകാർ യേശു അറിയാതെ അവർ നഷ്ടപ്പെട്ടു പോകത്തില്ലേ? ആ ഒരു ചിന്ത, അതാണ് നമ്മളെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ we have to take it very seriously. The most loving act you can ever do for someone is to share the gospel with them. The most loving act. വളരെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. സ്തോത്രം. It's a loving act. John 3:16 says, for God so loved the world. നിങ്ങളെ പറഞ്ഞിരിക്കുന്നേ നിങ്ങളല്ലേ? God so loved the world. കർത്താവ് ലോകം ഇത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെതായ പരിണിത ഫലമാണ് യേശു കർത്താവ് ഭൂമി വരുന്നത്, അല്ലയോ? An act of love, God sent His Son to this world. നമ്മളും അത് തന്നെയാണ്. We are doing something very special what God did. ആ സ്നേഹത്തിൻ്റെ ആക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. I think this done last ആണ് വാക്യം ഇവിടെ നമ്മൾ യേശു കർത്താവ് പറഞ്ഞു, but you will receive the power when the Holy Spirit comes on you. You will be my witnesses in Jerusalem, in all Judea and Samaria and to the ends of the earth. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരു കാര്യം കൂടി ഞാനിപ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കാറാണ്, ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്ന മുന്നേ നമ്മളിൽ യേശു ഉണ്ടായിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളെ ഇവിടെ നിങ്ങൾ ആരെങ്കിലും കേൾക്കുകയാണ്, അയ്യോ സുവിശേഷം പറയണം, പക്ഷേ ഞാൻ യേശുവിന് ജീവനെ കൊടുത്ത വ്യക്തിയാണോ? I surrendered my life to Jesus. That's very important. ആൻഡ് ജോൺ വെസ്ലിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വളരെ വർഷങ്ങളോളം പുള്ളിക്കാരൊക്കെ ഇങ്ങനെ ഈ നാടകം സഞ്ചരിച്ച് സുവിശേഷം പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴൊക്കെ ചർച്ച വന്ന് കേൾക്കാറുണ്ട്, പാടാറുണ്ട്, പ്രാർത്ഥിക്കാറൊക്കെ ചെയ്യും. പക്ഷേ ആ ഒരു വ്യക്തിപരമായ യേശുവിനോടൊരു ബന്ധം നമുക്കുണ്ടായിട്ടുണ്ടോ? യേശുവിനോട് നമ്മൾ ലൈഫ് കൊടുത്തിട്ടുണ്ടോ? യു ഹാവ് ടു എക്സാമിൻ ദാറ്റ് ടു. അപ്പോൾ നമുക്ക് ആ ഒരു അനുഭവം ഉള്ളവർക്ക് മാത്രമാണ് ഈ സുവിശേഷം പറയണമെന്നുള്ള ഒരു ഭയങ്കര ഒരു പാഷൻ ഉളവാകുന്നത് തന്നെ. അപ്പോൾ യേശു നമ്മളിൽ ഉണ്ടാവണം. ആദ്യം യേശു നമ്മൾ കടന്നു വരണം. കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, കർത്താവ് യേശുവെ എൻ്റെ ഉള്ളിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ യേശു നമ്മളിൽ കടന്നു വരുമ്പോൾ യേശുവിന് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം കർത്താവ് പറഞ്ഞു തരിക തന്നെ ചെയ്യും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമെങ്കിൽ, യേശു പറഞ്ഞ കൽപ്പനകൾ നമുക്ക് മറ്റുള്ളവരോട് പറയുവാനും അവരെ കൂടെ ഈ സന്തോഷത്തിൽ കൊണ്ടുവരുവാനും നമ്മളെ സഹായിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ അവസാനമായിട്ട് പിക്ചേഴ്സ് നമ്മൾ ചെയ്യുന്ന നാട്ടിലെ വർക്കുകളാണ് പനാമയിൽ. നിങ്ങളുടെ പനാമ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓർത്ത് പ്രാർത്ഥിക്കുക. ഗുജറാത്തി കമ്മ്യൂണിറ്റീസാണ് അവിടെ. ഹരേ കൃഷ്ണ ഭയങ്കര സ്ട്രോങ് ആണ് പനാമയിൽ. ഞാൻ അവിടുത്തെ പ്രീസ്റ്റോടൊക്കെ സംസാരിക്കാറുണ്ട്. അവിടെ നമ്മളതായ നോക്കുക, സംതിങ് സ്ട്രൈക്കിംഗ് മീൻസ് ഈ ഹരിരാമക്കാർ നമ്മുടെ കുട്ടികൾക്ക് പടം വരയ്ക്കാനായിട്ട് കൊടുക്കുന്നത് പോലെ നമ്മൾ ബൈബിൾ സ്റ്റോറീസ് പിക്ചറും കൊടുക്കത്തില്ല പിള്ളേർക്ക്. അവർ ഹിന്ദുക്കളുടെ പിക്ചറാണ് ഈ കുട്ടികളെ കൊണ്ട് വരപ്പിക്കുന്നത്. അപ്പോൾ അത്രയും നിലകളിലാണ് അവിടുത്തെ ഹിന്ദുത്വ വേദി. കണ്ടോ? അപ്പോൾ അവർക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ ചാരിറ്റി പ്രൊസഷൻ എല്ലാ ഇയറുണ്ട് പനാമയിലുണ്ട്. യോഗ ഭയങ്കര സ്ട്രോങ് ആണ് പനാമയിൽ. സോ ഇത് ഞങ്ങൾ അവിടുത്തെ ജനത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ഭാഗമാണിത്. അവിടുത്തെ ഭയങ്കര ടെമ്പിളായത് അവിടുത്തെ പനാമ സിറ്റിയിൽ. സോ ഞാൻ ഐ ജസ്റ്റ് ഷെയർ ഓൾ ദീസ് തിങ്സ് വിത്ത് യു ടു പ്രേ. ഞാനിതെല്ലാം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് തരുന്നതായ ആയുസ്സുകളെല്ലാം കർത്താവിന് വേണ്ടി ജീവിക്കുക. കർത്താവിനെ കുറിച്ച് പറയുകയാണ് എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ആഗ്രഹം. അപ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവസരം നൽകിയ കർത്താവിൻ്റെ ദാസനെയും സഭയൊക്കെ ഓർത്ത് ഞാൻ ദൈവം നന്ദി പറയുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.